السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ആദരണീയരായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ജമിയത്തുൽ ഹിക്മ അൽ ഇസ്ലാമിയയുടെ സാരഥികളെ, സഹപ്രവർത്തകരെ, ഈ ശബ്ദം ഈ സദസ്സിലിരുന്നും അപ്പുറത്തു നിന്നും ഓൺലൈനിൽ കൂടിയും കേട്ടുകൊണ്ടിരിക്കുന്ന ആദരണീയരായ സഹോദരീ സഹോദരങ്ങളെ, പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ 3ാം സനദ് ദാന സമ്മേളനത്തിലാണ് നമ്മളിവിടെ സന്നിഹിതരായിട്ടുള്ളത്. 1ഉം 2ഉം സനദ് ദാനങ്ങളിൽ കൂടി കേരളത്തിന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്തുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ദീനീ സേവനം ചെയ്യുന്നവർക്കും വേണ്ടി കുറേ മതപണ്ഡിതന്മാരെ, യുവാക്കളായ മതപണ്ഡിതന്മാരെ വാർത്തുവിട്ട ആ ഒരു പ്രക്രിയയുടെ 3ാം ഘട്ടം 100ഓളം ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയയിൽ നിന്ന് ശരിയ ബിരുദം പൂർത്തിയാക്കിയ 100ഓളം കുട്ടികളെയും ജാമിയയുടെ ഹിഫ്ള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ജാമിയക്ക് കീഴിലുള്ള കേരളത്തിലും തമിഴ്നാട്ടിലുമായി പ്രവർത്തിക്കുന്ന 36ഓളം സ്കൂൾ ഓഫ് ഖുർആൻ ക്യാമ്പസുകളിൽ നിന്നും 30 ഹാഫിളുകൾക്കും 46 ഹാഫിളുകൾക്കും ഇവിടെ സനദ് നൽകുന്ന സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഈ ജാമിഅ അൽ ഹിന്ദിനെ കഴിഞ്ഞ 13 വർഷക്കാലമായി ജീവനു തുല്യം സ്നേഹിച്ച, ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കയ്യായിഞ്ഞ് സഹായിച്ച, ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ജാമിയക്ക് വേണ്ടി എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ഒരു തലമുറയേറെ വാർത്തെടുക്കാൻ ഏത് ത്യാഗത്തിനും തയ്യാറായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ശക്കറല്ലാഹു സഅയക്കും വജസാക്കുമുല്ലാഹു ഖൈറ. അള്ളാഹു നമ്മിൽ നിന്ന് ഈ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കാലത്തിൻ്റെ തേട്ടമാണ് ജാമിഅ അൽ ഹിന്ദും അതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളും. ദീനീബോധമുള്ള, ധർമ്മചിന്തയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ സ്ഥാപനങ്ങളുടെയെല്ലാം പരമമായ ലക്ഷ്യം. ഒരു വാടക കെട്ടിടത്തിൽ ഒരു വ്യാഴവാട്ടക്കാലത്തിന് മുമ്പ് ആരംഭിച്ച ജാമിഅ അൽ ഹിന്ദ് ഇപ്പോൾ മിനി ഊട്ടിയിൽ അതിൻ്റെ ബോയ്സ് ക്യാമ്പസും, തൊട്ടടുത്ത് പാണക്കാട് അതിൻ്റെ ഗേൾസ് ക്യാമ്പസിലുമായി 700-ലേറെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച ആൺകുട്ടികളിൽ നിന്ന് 58 പേർക്കാണ് ഇവിടെ ഇന്ന് ശരിയ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയവർക്ക് സനദ് ദാനം നൽകുന്നത്. ഈ സ്ഥാപനങ്ങളിൽ പഠിച്ച്
പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ മറ്റു പ്രസിദ്ധമായ സർവകലാശാലകളിലുണ്ട്. സൗദി അറേബ്യയിലെയും അതുപോലെ ഈജിപ്തിലെയും ഒക്കെ സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല സനത് വാങ്ങാൻ അർഹരായവർ. അവരുടെ പഠന സംബന്ധമായ പ്രശ്നങ്ങൾ, ലീവിൻ്റെ പ്രശ്നങ്ങൾ, പലർക്കും എത്തിപ്പെടാനുള്ള പ്രയാസങ്ങൾ ഒക്കെ പരിഗണിച്ചുകൊണ്ട് മദീന മുനവ്വറയിൽ 13 പേർക്ക് ഇതിൻ്റെ സനത് അവിടെ വെച്ചാണ് ഞങ്ങൾ നൽകുന്നത്. ഇൻഷാ അല്ലാഹ് ആ സനത് ദാന ചടങ്ങും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പല കുട്ടികളും മറ്റു വിദേശ രാജ്യങ്ങളിലായതിനാൽ മദീനത്ത് സനത് വാങ്ങാൻ മദീനത്ത് പോലും എത്താൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ചടങ്ങിലേക്ക് നീട്ടിവച്ചിരിക്കുകയാണ്. അതുപോലെ ജാമിയക്ക് കീഴിലുള്ള ഹിഫ്ള് സ്ഥാപനത്തിൽ 30 കുട്ടികളും അതിൽ നിന്ന് പഠിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കിയ 30 കുട്ടികളും, ജാമിയയുടെ കീഴിൽ സ്കൂൾ ഓഫ് ഖുർആൻ ക്യാമ്പസിൽ നിന്ന് ഹിഫ്ള് പഠിച്ച് പൂർത്തിയാക്കിയ 16 വിദ്യാർത്ഥികളുമടക്കം ഇന്ന് ഇവിടെ സനത് വാങ്ങാൻ വരുന്ന കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുമാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നിങ്ങളെല്ലാം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. മിനിയാന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ആരംഭിച്ച ഈ പരിപാടി മിനി ഊട്ടിയിൽ വെച്ച് വെള്ളിയാഴ്ച ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും പിന്നീട് ഇന്നലെ ശനിയാഴ്ച മിനി ഊട്ടിയിലും ലേഡീസ് ക്യാമ്പസിലും വിപുലമായ വനിതാ സമ്മേളനവും നടത്തി. 3-ാമത്തെ ദിവസം ഇന്ന് ഉച്ചവരെ ഈ മിനി ഊട്ടിയിൽ കുട്ടികൾക്ക് വേണ്ടി പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികളുടെ ക്യാമ്പ്, അതുപോലെ ഹിഫ്ള് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കോച്ചിങ്, ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഈ സബാഹ് സ്ക്വയറിലേക്ക് ഈ രാജ്യത്തിൻ്റെ ദീനീ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച സബാഹ് സാഹിബിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ രംഗത്ത് ഈ മേഖലയിൽ ഒരുപാട് നവോത്ഥാന സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. മരിച്ചുപോയ അബ്ദുള്ളക്കുട്ടി സാഹിബിനും ഇതിനു വേണ്ടി ഇപ്പോൾ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത സബാഹ് സാഹിബിനും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം അള്ളാഹു ആ മഹാന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവരെ ഇതിനു വേണ്ടി തയ്യാറാക്കി പ്രോത്സാഹിപ്പിച്ച അയച്ച രക്ഷിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവരെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് വേണ്ടി, ഇവരെ ഇത്രത്തോളം എത്തിക്കാൻ സഹായിച്ച എല്ലാ ആളുകൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ സനത് ദാന ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി അവർകളാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജാമിയ അൽ അസരിയ ഉത്തർപ്രദേശിലെ പ്രൊഫസർ ഷെയ്ഖ് അബുൽ ഖാസിം അബ്ദുൽ അലീം അൽ മദനി അവർകളാണ്. അതുപോലെ ഇതിൽ അതിഥികളായി എത്താമെന്നേറ്റത് ആദരണീയരായ ജനപ്രതിനിധികൾ നജീബ് കാന്തപുരം MLA, KP നൗഷാദ് അലി KPCC ജനറൽ സെക്രട്ടറി, VP അനിൽ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി, അതുപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ ഈ നാട്ടുകാരനും കൂടിയായ PK അസ്ലു സാഹിബ് എന്നിവരാണ്. അവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജാമിയക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം പറയുകയാണ്. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നത് ലജ്നത്തുൽ ബഹൂസുൽ ഇസ്ലാമിയയുടെ സെക്രട്ടറി ഷമീർ മദീനി, അതുപോലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ട്രഷറർ K സജ്ജാദ്, വിസ്ഡം യൂത്തിൻ്റെ പ്രസിഡൻറ്റ് TK നിഷാദ് സലഫി, അതുപോലെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ജനറൽ സെക്രട്ടറി സഫ്വാൻ ബറാമി അൽ ഹിക്കമി എന്നിവരാണ്. സഹോദരങ്ങളെ, ഇവരെല്ലാവരെയും സ്വാഗതം പറയുന്നതോടൊപ്പം അതിനേക്കാളേറെ എത്രയും നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് സ്വാഗതം പറയുകയും നിങ്ങൾ ഈ സ്ഥാപനങ്ങൾക്കും ഇതിലെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് പ്രത്യേകം ഉണർത്തുകയും ചെയ്യുന്ന നിങ്ങൾ ഒന്നുകൂടി എല്ലാവരെയും ആദരപൂർവ്വം
ഇതിലേക്ക് നിങ്ങൾ കിട്ടുന്ന സീറ്റ് മുറക്കനുസരിച്ച് നിങ്ങൾ ഇരിക്കണം. ഒരു അരമണിക്കൂറിനുള്ളിൽ വെയിലിനുള്ള ശമനമുണ്ടാകും ഇൻഷാ അള്ളാഹ്. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.